മാനന്തവാടിയിൽ മയക്കുവെടിയേറ്റ കാട്ടാനയ്ക്കരികിൽ കുങ്കിയാനകൾ എത്തിച്ചേർന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രണ്ടാമത്തെ മയക്കുവെടിയേറ്റ കാട്ടാന മയങ്ങിയിട്ടുണ്ട്. ഇനി ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വിക്രം, സൂര്യൻ, അതോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രൻ, ഇങ്ങനെ 3 കുങ്കിയാനകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 ആനകൾ ചേർന്ന് ഇനി ഈ കാട്ടാനയെ, മയക്കുവെടിയേറ്റ കാട്ടാനയെ വാഹനത്തിലേക്ക് കയറ്റും. അതിനുശേഷമായിരിക്കും ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് ഈ കാട്ടാനയെ കൊണ്ടുപോകുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 കുങ്കിയാനകളെ ഈ ആനയെ മയക്കുവെടി വെച്ച സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആനകളായിരിക്കും ഇനി ഈ മയക്കുവെടിയേറ്റ ആനയെ ഇരുവശങ്ങളിലുമായി ചേർന്ന് ഇരുവശത്തും ഒരു ആന പിറകിൽ നിന്നുകൊണ്ട് തള്ളി വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണഗതിയിൽ കാണുന്ന രീതി. നേരത്തെ തന്നെ നമ്മൾ അരിക്കൊമ്പനെ ഇത്തരത്തിൽ നമ്മൾ കണ്ട കാഴ്ചകൾ, അരിക്കൊമ്പനെ ഇത്തരത്തിലാണ് കുങ്കിയാനകൾ ഈ 2 വശങ്ങളിൽ നിന്നുകൊണ്ടാണ് അരിക്കൊമ്പനെ കൊണ്ടുപോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും സ്വാഭാവികമായും ആനകളെ ഈ കുങ്കിയാനകൾ അങ്ങനെ തന്നെയായിരിക്കും ഈ ആനയെയും കാട്ടാനയെയും വാഹനത്തിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൗത്യസംഘം വിചാരിച്ചതുപോലെ തന്നെ വളരെ സുഖകരമായ രീതിയിൽ ആശങ്കകളില്ലാതെ വലിയ തരത്തിലുള്ള ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുകയും ചെയ്തു. 2 തവണ, മൊത്തം 4 തവണ മാനന്തവാടിയിലെ കാട്ടാനയെ മയക്കുവെടി വെച്ചു. ആദ്യത്തെ മയക്കുവെടി ആനയ്ക്ക് കൊണ്ടില്ല. രണ്ടാമത്തതും 4ാമത്തെയും മയക്കുവെടിയാണ് ആനയുടെ പിൻഭാഗത്ത് 2 കാലുകൾക്ക് മുകളിലായി ഏറ്റത്. അതിനുശേഷമാണ് ഇപ്പോൾ ആന വലിയ തരത്തിലുള്ള പ്രകോപനങ്ങളൊന്നുമില്ലാതെ, അക്രമ സ്വഭാവം കാണിക്കാതെ വെടിയേറ്റ ആ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുങ്കിയാനകളുടെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ കുങ്കിയാനകൾ ഈ ആനയുടെ സമീപത്തേക്ക് എത്തി ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്ന നടപടികളിലേക്ക് നീങ്ങും. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുന്നതായി ജോഷില. നിലവിൽ കുങ്കിയാനകൾ ഈ ആനയുടെ എത്ര സമീപത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്? ഇനി അവിടേക്ക് എത്താൻ, ഈ ആനയുടെ സമീപത്തേക്ക് എത്താൻ എത്ര ദൂരമുണ്ട്? ഒരു 10 മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവൂ. ഏകദേശം അല്പസമയം മുൻപാണ് കുങ്കിയാനകൾ വളരെ മനോഹരമായ രീതിയിൽ കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. 3 പേരും, വിക്രമും സൂര്യനും അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രനും, 3 ആനകൾ, ഗജവീരന്മാർ നിരന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവയെ ഈ ഒരു താഴ്വരയിലേക്ക് ഇറക്കും. അതായത് അതിന് മുന്നേയുള്ള, അതായത് ഈ വാഴത്തോട്ടത്തിന് മുന്നേയുള്ള ഒരു മണൽത്തിട്ടയുണ്ട്, അവിടേക്ക് ഇതിനെ എത്തിച്ചു കഴിഞ്ഞു. ആ ഗ്രൗണ്ടിൽ ഇതിനെ എത്തിച്ചു കഴിഞ്ഞു. ഇനി ചെറിയൊരു ദൂരം മാത്രമാണ് ഉള്ളത്. ഒരു 10-15 അടി ആന നടക്കുമ്പോഴേക്കും അതിന്റെ അടുത്തെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്ര അടുത്താണ്. അതായത് നേരത്തെ ഒരു വെളിപ്പാട് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് വെടിവെച്ച ആ ഒരു സ്ഥലത്ത് നിന്നും അല്പം മാറിയിട്ടാണ് ഈ ആനകളെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് വാഹനം എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. വാഹനം എത്തുമോ? തൊട്ടടുത്ത് തന്നെ വാഹനം എത്തുമോ? എങ്ങനെയാണ് റോഡ്? വാഹനം അതിന്റെ തൊട്ടടുത്ത് തന്നെ എത്താൻ സാധ്യതയുണ്ട്. ആ ഒരു മണൽത്തിട്ടയിലേക്ക് വരെ വാഹനം എത്തിച്ചേരും. അതുവരെ മാത്രമേ, ഏകദേശം ഒരു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വാഴത്തോട്ടത്തിന് സമീപത്തുള്ള ഒരു തുറസായ സ്ഥലം, അവിടെയാണ് ഇപ്പോൾ നിലവിൽ ആ തുറസായ സ്ഥലത്തേക്കാണ് ഈ ആനയെ എത്തിക്കേണ്ടത്. അവിടെ വരെ വലിയ വാഹനങ്ങൾ എത്തിച്ചേരും. എന്തായാലും അവിടെ വരെ ആയിരിക്കും ഈ കുമ്പി ആനകൾ, അവിടെ വരെ ഈ ആനയെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും അവിടെ വരെ എത്തിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ആന മയക്കുവെടിയേറ്റ ഈ വാഴത്തോട്ടം മാനന്തവാടി ടൗണും തമ്മിൽ എത്ര ദൂരമുണ്ട്? മാനന്തവാടി ടൗൺ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ്. അതായത് ഈ കുന്നിന്റെ മുകളിലാണ് മാനന്തവാടി ടൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കുന്നിന്റെ താഴ്വാരത്താണ് ഈ വാഴത്തോട്ടവും നമ്മൾ കാണുന്ന ഈ തുറസായ സ്ഥലവും. തീർച്ചയായും ആ മാനന്തവാടി ടൗണിന്റെ തൊട്ട് താഴെയുള്ള താഴ്വാരത്തിലാണ് ഈ ഒരു വാഴത്തോട്ടമുള്ളത്, ഈ ഒരു തുറസായ സ്ഥലവുമുള്ളത്. ഈ ഒരു തുറസായ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇതിനെ വെടിവെച്ചത്. ഇവിടെ നിന്നുകൊണ്ടാണ് വെടിവെച്ചത്. അതിലേക്ക് ഈ ആനയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വാഹനത്തിലേക്ക് കയറ്റാൻ എളുപ്പമായിരിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉദ്യോഗസ്ഥർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുങ്കി ആനകളെ താഴേക്ക് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വാഹനം, ഒരുപക്ഷെ വനംവകുപ്പിന്റെ വാഹനമായിരിക്കും, അതവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തേണ്ടത് വലിയ ലോറിയാണല്ലോ. അത് ഈ സ്ഥലത്തേക്ക് ഒരു ലോറി എത്തുന്ന തരത്തിലേക്ക് റോഡ് മാർഗങ്ങൾ ഉണ്ടല്ലോ. ഇവിടേക്ക് വഴിയാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലോറി ഇവിടേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ലോറി ഇതിന്റെ തൊട്ട് മുകളിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ലോറിക്ക് ചുറ്റും
ഭക്ഷണം അടക്കം ഒരുക്കാനുള്ള സൗകര്യങ്ങൾ, അതായത് ആനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം അടക്കം ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ലോറിയൊക്കെ സുസജ്ജമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ലോറി താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ തന്നെയാണ്, അതായത് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുങ്കിയാനകളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും തണ്ണീരിനെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം അല്പസമയത്തിനകം നടക്കും എന്നുള്ളതാണ് സിജു നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.